നമ്രൂദ് രാജാവിന്റെ തീയിലിടാൻ വേണ്ടി ഇബ്രാഹിമിനെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അപ്പൊ ഭയങ്കര ഒരു തീക്കുണ്ടുണ്ടാക്കിയിട്ട് അവരിങ്ങനെ പള്ളിക്കത്തെ മൂലർക്ക് ചെലവുണ്ടിരുന്ന മാതിരി ഒരു ദിവസം ഒരു പെരയെന്നാണ് വിറക്. അങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ വിറക് കൊടുന്നിട്ട് കത്തിച്ചിട്ട് എല്ലാ പെരയിലും റൗണ്ട് എത്തുകയാണ്. അപ്പൊ ഇങ്ങനെ കിലോമീറ്ററുകളോളം ദൂരത്ത് പക്ഷികൾക്ക് പോലും പറക്കാൻ കഴിയാത്ത അത്രയും ചൂടായി. ഇനിയിപ്പോ ആരാ ഇബ്രാഹിമിനെ ഇതിലൊന്ന് കൊണ്ടേയിടാന്നിങ്ങനെ ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടണില്ല. അപ്പൊ മൂപ്പരിങ്ങനെ പുറപ്പൊക്കെ ഇട്ടാണ്ട് ഇങ്ങനെ വരുന്നുണ്ട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. എന്താ മക്കളെ പ്രശ്നം എന്ന് ചോദിച്ചു. വല്യാപ്പ ആ സംഗതി ആകെ കുടുങ്ങി നിൽക്കുകയാണ് പറഞ്ഞു. എന്തത്ര വലിയ കൊടുക്കുകയെന്ന് ചോദിച്ചു. ഞങ്ങൾ വലിയൊരു തീയുണ്ടാക്കി ഇബ്രാഹിം തന്നെ ചെങ്ങായിനായി കൊണ്ടേയിടാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോ ആരാ കൊണ്ടേയിടാന്ന് ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടണില്ല. അതിന് മക്കളെ ഇന്റെ അടുത്തൊരു വിദ്യ ഉണ്ട് പറഞ്ഞു. കഴിച്ചിട്ടായല്ലോ എന്താ വല്യാപ്പ വിദ്യ എന്ന് ചോദിച്ചോ പറഞ്ഞു തെറ്റുവില്ല് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അത് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. എന്നാ തെറ്റുവില്ലെങ്കിൽ തെറ്റുവില്ല് നിങ്ങൾ അതൊന്നും പറഞ്ഞു തരീന്ന് പറഞ്ഞപ്പോ മൂപ്പരിങ്ങനെ പറഞ്ഞു കൊടുത്തു. തെറ്റുവില്ല് അങ്ങനെ വലിയൊരു വടി ഒരു മുള അങ്ങനെ കുഴിച്ചിടാം, എന്നിട്ട് അതിന്റെ തല അങ്ങനെ മടക്കിയിട്ട് അയമ്പോൾ കൊളത്തിങ്ങാണ്ടെന്ന് വിട്ടാലും മുള നീരുമ്പാണ് പോയി ചാടിക്കോളും എന്ന് പറഞ്ഞു. അത് തരക്കടില്ലല്ലോ ഐഡിയ. അങ്ങനെ ഒരു തെറ്റുവില്ല് ഉണ്ടാക്കുകയാണ് ഇബ്രാഹിം നബിനെ കൊളത്താൻ വേണ്ടി. അയ്മ കൊളത്തി വിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഇങ്ങനെ കൊണ്ടുപോണ നേരത്ത് ബഹുമാനപ്പെട്ട നസറുൽ അമീൻ മലക്ക് ജിബ്രായീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, ഇബ്രാഹിം നബിയെ വല്ല ആവശ്യമുണ്ടോ ചോദിച്ചു. നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടോ? അവസാനത്തെ ആഗ്രഹം. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, അമ്മാ ഇലൈക ഫലാ, നിങ്ങളിലേക്ക് എനിക്ക് യാതൊരു ആവശ്യമില്ല. അപ്പൊ ജിബ്രീൽ പറഞ്ഞു, ഞാൻ അള്ളാന്റെ അടുത്തുനിന്ന് വരികയാണ്, ജിബ്രീലാണ്. അള്ളാഹുവിലേക്ക് നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, എനിക്കെന്താണ് ആവശ്യമുള്ളതെന്ന് എന്റെ റബ്ബിന് എന്നേക്കാൾ അറിയാം. അത്ര എനിക്കറിയില്ല. എനിക്കിപ്പോ ഈ തിരിക്ക് ചാടാണോ വേണ്ടത്, അതിൽ വെന്തു പോവുകയാണോ വേണ്ടത്, അതാണോ എനിക്ക് ഹൈറെന്ന് എനിക്കറിയില്ല. പക്ഷെ അതിന്റെ റബ്ബിനറിയാം ഏതാണ് ഹൈർ എന്ന്. എനിക്ക് ഏതാ ഹൈർ എന്ന് മനസ്സിലാകാതെ പിന്നെന്താ എനിക്ക് ചോദിക്കാനുള്ളത്? എന്റെ റബ്ബ് എന്താ കണ്ടുവച്ചാൽ അങ്ങനെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. അതാണ് ഒരു മനുഷ്യന്റെ റുബൂബിയ്യത്തിലുള്ള ബോധം എന്ന് പറയുന്നത്. മന റളിയ ബില്ലാഹി റബ്ബ, ഒരാള് റബ്ബായി അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടാൽ ദാക തഅമൽ ഈമാൻ, ഈമാന്റെ കറക്റ്റ് രസം അവന് കിട്ടും. ഈമാനിന്റെ കറക്റ്റായ രസം അവന് കിട്ടും. ഒരു ഹദീസില് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, അത്തദ്ബീറു നിസ്ഫുൽ ഐഷ്, പ്ലാനിങ് ജീവിതത്തിന്റെ പകുതിയാകുന്നു. ഈഖാദുൽ ഇമമിൽ ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് വിശദീകരിക്കുന്ന ഭാഗത്ത് ഒരു കാര്യം പറഞ്ഞു. ഈ ഹദീസ് ഇങ്ങനെ പെട്ടെന്ന് കേട്ടാ തോന്നുന്നു അത് ദുന്യാവിനെ പറ്റി പറഞ്ഞതാണ്. ഇബ്നു അജീബ് പറയാണ്, സഹോദരങ്ങളെ, അതൊരിക്കലും ദുനിയാവിനെ കുറിച്ച് പറഞ്ഞതല്ല, അത് ആഖിറത്തെ കുറിച്ച് പറഞ്ഞതാണ്. ദുന്യാവൊക്കെ യഥാർത്ഥത്തിൽ മനുഷ്യൻ പ്ലാൻ ചെയ്യേണ്ടതില്ല എന്നാണ്. അല്ലാഹു തആല ഒരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ട്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ ലല്ലാഹി റിസ്ഖുഹാ, ഭൂമുഖത്തെ ഒരു ജീവിയും അല്ലാഹു ഭക്ഷണം നൽകൽ ഏറ്റെടുക്കാതിരുന്നിട്ടില്ല. പ്രപഞ്ചത്തിലുള്ള എല്ലാ സാധനത്തിനും ഭക്ഷണം കൊടുക്കാന്ന് അല്ലാഹു തആല ഏറ്റതാണ്. അല്ലാഹ് ഏറ്റ ഒരു കാര്യത്തിന് പിന്നെ നീ അധ്വാനിക്കുക എന്നുള്ളത് വലിയ വിഡ്ഢിത്തരാണ്. കഴിയാത്തൊരാളാണ് ഏറ്റിക്കണമെങ്കിൽ നമുക്കൊരു സംശയം തോന്നിയിരുന്നു, അത് നടന്നില്ലെങ്കിലോ. ഇത് അങ്ങനെയല്ലല്ലോ, കഴിയുന്ന ആളാണ് ഏറ്റത്, അല്ലാഹുവല്ലേ ഏറ്റത്. അവൻ നിനക്ക് ചെറുപ്പത്തിൽ ഭക്ഷണം തന്നു. നീ നിന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന സമയത്ത് നിന്റെ റബ്ബ് നിനക്ക് ഭക്ഷണം തന്നത് നീയും കരുതിയിട്ടല്ല, നിന്റെ ഉമ്മയും കരുതിയിട്ടല്ല. നിന്റെ ഉമ്മ എന്റെ കുട്ടിക്ക് ഭക്ഷണം കിട്ടണല്ലോ എന്ന് കരുതിയിരുന്നു, ഈ വയറ്റിൽ കിടക്കുമ്പോ കരുതിയിട്ടില്ല. എന്നിട്ട് എനിക്ക് അല്ലാഹു തആല ഭക്ഷണം തന്നു. എന്നാ വയറ് കിടക്കണ നീ കരുതിയിരുന്നോ എനിക്ക് തിന്നണല്ലോ എന്ന്, അതും കരുതിയിട്ടില്ല. എന്നിട്ടും അല്ലാഹു എനിക്ക് ഭക്ഷണം തന്നു. അങ്ങനെ ദുന്യാവിലേക്ക് നീ ജനിച്ചു വന്നപ്പോൾ നിനക്ക് അല്ലാഹു തആല ഒരു ഭക്ഷണം തയ്യാർ ചെയ്തു വെച്ചു. ഉമ്മയുടെ മുലപ്പാല് എന്ന അഗ്നി തൊടാതെ കാച്ചിയ പാല്. മുലപ്പാല് കാച്ചിയ പാല. പശുമ്പാല് കുട്ടി കൊടുക്കുമ്പോ കാച്ചി കൊടുക്കണം, മുലപ്പാല് കാച്ചി കൊടുക്കണ്ട, കാരണം അത് കാച്ചിയ പാല.
എവിടുന്നേ കാച്ചിയത്? അത് ഉമ്മയുടെ മാറിൽ വെച്ചുകൊണ്ട് തന്നെ അള്ളാഹു പാചകം ചെയ്തിരിക്കുന്നു. അഗ്നി തൊടാതെ പാചകം ചെയ്തു എന്നത് മുലപ്പാലിന്റെ ഗുണമാണ്. നമ്മൾ എന്ത് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിലും പിശാചിന്റെ മെറ്റീരിയലായ തീയിനെ ഉപയോഗപ്പെടുത്തണം. എന്നാൽ കുട്ടികൾക്ക് അള്ളാഹു നൽകുന്ന ഭക്ഷണത്തിൽ ഭക്ഷണം അള്ളാഹു നിനക്ക് നൽകി. അങ്ങനെ എല്ലാ സംഭവവും നിനക്ക് തോന്നി നിന്റെ കാര്യപ്പ ഞാൻ തന്നെ നോക്കിയത് ഈ നാട്ടുകാരെ മുഴുവൻ റബ്ബാണ് ഞാനെന്നാ. നിനക്കെന്താ തോന്നിയത്? വ്യത്യാസമില്ല, തത്വത്തിൽ വ്യത്യാസമില്ല, ഖദറിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. നീ പറയുന്നത് നിന്റെ കുട്ടികളുടെ റബ്ബാക്കിയാൽ എന്റെ അഭിപ്രായം മാറും. എന്റെ അഭിപ്രായം 10 കുട്ടികളും കൂടി ഉണ്ട്. എന്റെ അഭിപ്രായം ഈ വന്ന എല്ലാ കള്ളപ്രവാചകന്മാരും വാദിച്ചത് റുബൂബിയത്തിനെ ആണെങ്കിൽ നീയും ഒരു വേള റുബൂബിയത്തിനെ ബാധിക്കുകയാണ്. എന്റെ മോനല്ലേ, മോനെ ഞാനല്ലേ നോക്കണത്, അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞ മാതിരി കേൾക്കണ്ടേ? ഓനെ ഞാനല്ലേ നോക്കണത്. ശരിക്കും മനുഷ്യനിൽ അള്ളാഹുവിന്റെ എതിരെ പിശാച് കൊണ്ടുവരുന്ന ആദ്യത്തെ ചിന്തയാണ് റബ്ബ് എന്ന ചിന്ത. ഞാനാണ് നോക്കണത് എന്ന ചിന്ത. നീയാണ് നോക്കുന്നത് എന്ന് നീ തീരുമാനിച്ചാൽ കാര്യം നിന്നിലേക്ക് ഏൽപ്പിക്കപ്പെടും. അള്ളയാണ് നോക്കുന്നത് എന്നാണ് നിന്റെ തീരുമാനമെങ്കിൽ കാര്യം അള്ളാഹു ഏറ്റെടുക്കും. മനുഷ്യന്റെ ആദ്യത്തെ ദിക്റും അവസാനത്തെ ദിക്റും അൽഹംദുലില്ലാഹ് എന്നാണ്. ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിന്റെ ചെരുവിൽ ഇങ്ങനെ കളിമണ്ണായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. മഹാനവർകളുടെ മൂർധാവിന്റെ ഭാഗത്തിലൂടെ അള്ളാഹു റൂഹിനെ ഊതിയപ്പോൾ ആദം നബി അലൈഹിസ്സലാം ഒന്ന് തുമ്മി എന്നാണ്. ഒന്ന് തുമ്മിയപ്പോൾ ആദം നബി പറഞ്ഞു അൽഹംദുലില്ലാഹ്, എല്ലാ ക്രെഡിറ്റുകളും അള്ളാഹുവിനുള്ളതാകുന്നു. ഇനി മനുഷ്യന്റെ അവസാനത്തെ ദിക്ർ അതാണ്. വആഖിറു ദഅവാഹും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വർഗാവകാശികളുടെ അവസാനത്തെ ദിക്ർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വആഖിറു ദഅവാഹും സ്വർഗാവകാശികളുടെ അവസാനത്തെ വർത്താനാണ് അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മനുഷ്യന്റെ ആദ്യത്തെ ദിക്റും മനുഷ്യന്റെ അവസാനത്തെ ദിക്റും അൽഹംദുലില്ലാഹ് എന്നാണ്. അൽഹംദുലില്ലാഹ് പറയാൻ എന്ന മനസ്സ് ഒരാൾക്കുണ്ടായാൽ അവൻ രക്ഷപ്പെടും. അൽഹംദുലില്ലാഹ് എന്നത് ശുക്രിന്റെ മനസ്സാണ്. ലൈൻ ശക്കർതും ലഅസീദന്നകും വലൈൻ കഫർതും ഇന്നദറിന് വർധനവാണ്. സബറിന് മഅയ്യത്താണ്, സിയാദത്താണുള്ളത്. എന്നാൽ സബറിന് ഇന്നല്ലാഹ മഅസ്സാബിരീൻ, സാബിരീനോടൊപ്പം അല്ലാഹുവാണ്. സബറിന് ഓനെ എന്തിനാണോ ശുക്ർ ചെയ്തത് അതിന്റെ വർധനവും ശുക്ർ ചെയ്യാനുള്ള അവസരത്തിന്റെ വർധനവും കൊടുക്കുക ചെയ്യാം. അപ്പൊ ഒരാൾക്ക് പേരണ്ടായി ഓൻ ശുക്ർ ചെയ്താ ഒരു പേരും കൂടിയും കിട്ടും. നീ ഒരിക്കൽ 18 വർഷങ്ങൾക്ക് മുമ്പ് പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിന്റെ റാബർ റൂമിന്റെ മുമ്പിൽ നിന്റെ ഭാര്യയെ അഡ്മിറ്റ് ചെയ്തപ്പോ കാത്തുനിന്നു. രാത്രി 2 മണിയായ സമയത്ത് നഴ്സ് പുറത്തേക്ക് വന്ന് പറഞ്ഞു മൈമൂന പ്രസവിച്ചിരിക്കുന്നു, പെൺകുട്ടിയാണെന്ന് പറയുമ്പോ നീ മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ 18 കൊല്ലം കഴിയുന്ന സമയത്ത് ചോദിക്കാതെ തന്നെ നിന്റെ റബ്ബ് രണ്ടാമത് അൽഹംദുലില്ലാഹ് പറയാൻ നിനക്ക് അവസരം തരുമായിരുന്നു. ലൈൻ ശക്കറതും ലഅസീദന്നകും. എന്നാ സബറിന് അങ്ങനല്ല. സബറിന് മഅയ്യത്താണ്. സ്വാബിരീങ്ങളോടൊപ്പം അള്ള നിന്നൊടുക്കുക ചെയ്യാം. അപ്പൊ സബറിനുള്ള അവസരം വീണ്ടും കൂട്ടിക്കൊടുക്കും. കാരണം അള്ള ഒപ്പം നിന്നൊടുക്കും. സ്വാബിരീങ്ങളോടൊപ്പം അള്ളാഹു നിന്നൊടുക്കുക ചെയ്യുക. അപ്പൊ സബൂറാക്കണവന്
പിന്നെയും സബറിനുള്ള അവസരം കൊടുക്കും. എന്നാൽ ശുക്ർ ചെയ്യുന്നവന് വീണ്ടും വർധനവാണ് കൊടുക്കുക. ഈമാനിന്റെ ശുക്രാണ് നിസ്കാരം എന്നാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലുമ്മ നീര് വന്ന് വീർത്ത് അതിനാത്രം നിസ്കരിച്ചപ്പോ ആയിഷ ബീവി ചോദിച്ചു, അള്ളാഹിന്റെ റസൂലെ എന്തിനെങ്ങനെ ഇടങ്ങാറാണ്? നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലല്ലേ, അള്ളാഹ് നിങ്ങൾക്ക് സ്വർഗം തരുന്ന ഉറപ്പല്ലേ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞത്, അഫലാകൂന അബ്ദൻ ശകൂറാ, ആയിഷ ഞാനൊരു നന്ദിയുള്ള മനുഷ്യനാണ്ട് അതിനാണ് ഇടങ്ങാറാവണത് എന്ന്. അപ്പൊ നന്ദി ചെയ്യാൻ വേണ്ടി എത്രങ്ങാനും ഇടങ്ങാറാവണം എന്നത് ശരിക്കും ബോധ്യപ്പെടുത്തി തരുന്നതാണ് ഈ കാര്യം. അപ്പൊ അൽഹംദുലില്ലാഹ് എന്ന മനസ്സ്, അതാണ് ഒരാളുടെ റുബൂബിയ്യത്തിലേക്ക് എത്തിക്കുന്ന മനസ്സ്. റുബൂബിയ്യത്താണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ റുബൂബിയ്യത്തിനെ നിലനിർത്താൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വലിയ ധർമ്മം ചെയ്തിരുന്ന ആളായിരുന്നു എന്ന് കാണാൻ പറ്റും. ധർമ്മം എന്ന് പറഞ്ഞാൽ പൈസ കൊണ്ട് മാത്രമല്ല കേട്ടോ. ധർമ്മം പണം കൊണ്ട് മാത്രമല്ല. വൽ കലിമതു ത്വയ്യിബതു സ്വദഖ, നല്ല ഒരു വർത്തമാനം പറയലും സ്വദഖയാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. നല്ല വർത്തമാനം പറഞ്ഞാലും സ്വദഖ തന്നെയാണ്. രണ്ടാമത്തേത് ഇസ്ഹാഖ് അലൈഹിസ്സലാം തസവ്വുഫിലെ രണ്ടാമത്തെ അടിസ്ഥാനമാണ്. അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന പല കാര്യങ്ങൾക്കുമെതിരെ തീരുമാനം വന്നപ്പോൾ, അള്ളാഹുവിങ്കിൽ നിന്ന് തീരുമാനം ഉണ്ടായപ്പോ സന്തോഷപൂർവ്വം ഏറ്റെടുക്കുകയും ചെയ്ത ആളാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. റിളല്ലാഹി എന്നതും റിളന്നാസി എന്ന് പറയുന്നതും രണ്ടാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തത് റിളന്നാസിയെ റിളല്ലാഹിയിലേക്ക് മാറ്റലായിരുന്നുവെങ്കിൽ, നമ്മൾ ചെയ്യുന്നത് റിളല്ലാഹിയെ റിളന്നാസിയിലേക്ക് ഇങ്ങോട്ട് മാറ്റുകയാണ്. ഈ ഉദാഹരണം ഒന്ന് ശ്രദ്ധിച്ചു നോക്കി നിങ്ങള്. മോളെ കെട്ടിച്ചോടത്തേക്ക് പോവാണ്. മോളെ കെട്ടിച്ചോടത്തേക്ക് പോകുമ്പോ നമ്മളിങ്ങനെ അങ്ങാടിയിലെത്തിയപ്പോ തോന്നി പേരക്കുട്ടികളൊക്കെ ഉള്ളതാണ് അവിടെ, കുട്ടികൾക്ക് സന്തോഷമാണെങ്കിൽ എന്തേലൊക്കെ വാങ്ങിക്കൊണ്ടോണ്ടേ എന്ന് തോന്നി. അങ്ങനെ നമ്മൾ കടയിൽ പോയിട്ട് 1 കിലോ ആപ്പിൾ വാങ്ങിയിട്ട് പോവാണ്. എന്തിനാണ് ആപ്പിൾ വാങ്ങിയത്? കുട്ടികളൊക്കെ ഉണ്ട്, ഓൽക്ക് സന്തോഷാവണ്ടേ എന്ന് കരുതിയിട്ടാണ് കൊണ്ടുപോണത്. ഇത് ശരിക്കൊന്ന് ആലോചിച്ച് നോക്കാണ് നിങ്ങള്. യഥാർത്ഥത്തിൽ നീ അത് വാങ്ങേണ്ടത് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താനായിരുന്നു. പക്ഷേ ഇപ്പോൾ നീ അത് വാങ്ങിയിട്ടുള്ളത് ജനങ്ങളെ തൃപ്തിപ്പെടുത്താനാണ്. റിളല്ലാഹിക്ക് വേണ്ടി ചെയ്യേണ്ടതിനെ റിളന്നാസിക്ക് വേണ്ടി ചെയ്യുന്നു എന്നതാണ് നമ്മുടെ പ്രത്യേകതയെങ്കിൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റിളന്നാസിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ പോലും റിളല്ലാഹിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. സഹാബാക്കളൊക്കെ അങ്ങനെ തന്നെയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇസ്ലാം ദീനിലേക്ക് വന്നതിന് ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയല്ലാതെ എന്റെ ഭാര്യയെ സമീപിച്ചിട്ടില്ല. ഞാൻ ഇസ്ലാമൊക്കെ വന്നതിന് ശേഷം മുഹമ്മദ് നബി തങ്ങൾക്ക് വേണ്ടിയല്ലാതെ എന്റെ ഭാര്യയുടെ അടുക്കൽ പോയിട്ടില്ല എന്ന് പറഞ്ഞു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് ശിഫയുടെ ആദ്യ ഭാഗത്ത് തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പ്രസ്താവനയുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ പിതാവായ ഖത്താബ് മുസ്ലിമാകുന്നതിനേക്കാൾ എനിക്കിഷ്ടം നിങ്ങളുടെ എളാപ്പയായ അബൂ താലിബ് മുസ്ലിമാകുന്നതാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്താ ഉമറെ അങ്ങനെ? അന്റെ വാപ്പ മുസ്ലിമാകുന്നതിനേക്കാൾ എന്റെ എളാപ്പ മുസ്ലിമാണ്, എന്താ അത്ര എനിക്ക് ഇഷ്ടമുണ്ടാവാൻ കാരണം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അതാണ് നബിയെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാ? നിങ്ങളെ വാപ്പ മുസ്ലിമാരല്ലേ. അതുകൊണ്ട് എന്റെ വാപ്പ മുസ്ലിമാകുന്നതിനേക്കാൾ എനിക്കിഷ്ടം നിങ്ങളുടെ എളാപ്പ മുസ്ലിമാകലാണെന്ന് പറഞ്ഞ ആളാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്.
അതാണ് ശരിക്കും റിളന്നാസിയെ റിളല്ലഹിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞത്. നബി തങ്ങൾ പറഞ്ഞു, അന്ത്യനാളിൽ കോടാനക്കോടി മനുഷ്യർ ഒരുമിച്ച് കൂടുന്ന സദസ്സിൽ വെച്ച് ഇന്നി മുകാസിറും ബികുമുൽ ഉമമൽ മാദിയ, കഴിഞ്ഞുപോയ ഉമ്മത്തിന്റെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ പെരുപ്പം കണ്ട് ഞാൻ അഭിമാനം പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് നബി അഭിമാനാണ്. ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഞാൻ എന്റെ ഭാര്യയെ സമീപിച്ചതെന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ ഹദീസിന്റെ താല്പര്യം സ്വന്തം ഭാര്യയെ സമീപിക്കൽ പോലും റിളല്ലാഹിലേക്ക് മാറ്റുന്നതാണ് സ്വഹാബത്തിന്റെ രീതി എന്ന് കാണാൻ പറ്റും. അള്ളാഹുവിന്റെ ഇഷ്ടം എന്താണോ അത് നിന്റെയും ഇഷ്ടമാകാം. സഹോദരങ്ങളെ, നമുക്ക് എപ്പോഴെങ്കിലും അള്ളാഹുവിന്റെ ഇഷ്ടത്തിൽ സങ്കടം തോന്നിയിട്ടുണ്ടോ? എല്ലാവരും അവനാന്റെ കൽബിൽ കൈവച്ചിട്ട് ആലോചിക്കണം. സങ്കടം തോന്നിയിട്ടുണ്ടോ? ബസ് മറിഞ്ഞു, 100 ആൾക്കാർ മരിച്ചു, വല്ലാത്തൊരു വിധിയായി പോയല്ലേ എപ്പോഴെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞു പോയ അയൽപക്കത്തുള്ള ജമീലാന്റെ ഭർത്താവ് 4 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ബൈക്ക് ആക്സിഡന്റിൽ മരണപ്പെട്ടപ്പോ ഇന്നാലും ഓള വിധി ഒരു വല്ലാത്ത വിധിയായി എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിന്റെ ഖളാഇൽ, അള്ളാന്റെ തീരുമാനത്തിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അസംതൃപ്തി തോന്നിയിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അള്ളാന്റെ ഇഷ്ടം നമ്മളെ ഇഷ്ടമാവാതിരുന്ന ഏതെങ്കിലും സമയമുണ്ടായിട്ടുണ്ടോ? എന്തുകൊണ്ടാ സംഭവിക്കുന്നത്? അത് സംഭവിക്കാനുള്ള കാരണം അള്ളാഹുവിന്റെ അദിൽ എന്നാൽ എന്താണെന്ന് നമുക്ക് ഇവിടെ വെച്ച് മനസ്സിലാകാത്ത പ്രശ്നമാണ്. അള്ളാഹു വലിയ നീതിമാനാണ്. അള്ളാഹുവിന്റെ നീതി എന്ന് പറഞ്ഞാൽ എന്താന്ന് ഒരിക്കലും ദുന്യാവിൽ മനസ്സിലാകാത്ത കാര്യമാണ്. അള്ളാഹുവിന്റെ നീതി എങ്ങനെയെന്ന് അത് മനസ്സിലാകുന്ന രംഗമാണ് فَمَن يَعْمَلْ مِثْقَالَ ذَرَّةٍ خَيْرًا يَرَهُ وَمَن يَعْمَلْ مِثْقَالَ ذَرَّةٍ شَرًّا يَرَهُ. ഒരു അണുവിന്റെ അത്ര നന്മ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കാണിച്ചു കൊടുക്കും. ഹിസാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയ മാതിരി നന്മ എഴുതിയ കിതാബും കെട്ട് ഇത്ര കട്ട് കിതാബ് ഇങ്ങനെ കൊടുത്തിട്ട് അതും, തിന്മ എഴുതിയ നമ്മളെ പയത് വെറുക്കുന്ന ആൾക്കാരെ കൊണ്ടുവരുന്ന മാതിരി കടലാസും കെട്ട് കൊടുത്തിട്ട് അതും കൂടി മീസാൻ എന്ന തുലാസിന്റെ 2 തട്ടിലും വെച്ചാണ്ട് തൂക്കാന്ന് അങ്ങനെയല്ല. ഒന്നാമത് നമുക്ക് മീസാൻ എന്ന് പറഞ്ഞ തുലാസ് എങ്ങനെയെന്ന് തന്നെ മനസ്സിലായിട്ടില്ല. പിന്നെ എങ്ങനെ നമ്മളെ പയത് തൂക്കണ മാതിരി കണക്കാക്കിയത്? അത് ശരിക്കും ബോധ്യപ്പെടുത്തുകയാണ് ഹിസാബ്. കാണിച്ചു കൊടുക്കും എന്നതിന്റെ തഫ്സീറിൽ കാണാം. എങ്ങനെയാണ് ഈ കാണിച്ചു കൊടുക്കൽ? എല്ലാ അമലുകൾക്കും ഒരു രൂപമുണ്ട് എന്നാണ്. എല്ലാ അമലിനും രൂപമുണ്ട്. ഇവിടെ രൂപമില്ലാത്തൊരു അമലുമില്ല. ഒരാൾക്ക് ഇങ്ങനെ ഒരു അസൂയാണ് വരികയാണെങ്കിൽ ഇതിൽ കൂടി ഒരു സാധനം ഇങ്ങനെ പോകില്ലേ? അസൂയക്ക് ഇവരിങ്ങനെ വരുമ്പോ, അസൂയ വരുമ്പോ ഒരു സാധനം പോണ അതൊരു സാധനമാണ്, അതിന് രൂപമുണ്ട്. ആ രൂപം ദുനിയാവെന്ന് കാണൂല എന്നുള്ളൂ. സൈക്കോളജിയിൽ അതിന് ക്യൂ പിക്ചർ എന്ന് പറയും. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടൊരു കാര്യമാണ് ഞാനീ പറഞ്ഞത്. ക്യൂ പിക്ചർ എന്ന് പറഞ്ഞ ഒരു സാധനം, എല്ലാ സാധനത്തിനും രൂപമുണ്ട്. ആ രൂപത്തെ ഖിയാമത്ത് നാളിൽ ഹാജരാക്കിയിട്ട് അവന് കാണിക്കും. അങ്ങനെ കാണിച്ച് ബോധ്യപ്പെടുത്തിയിട്ട് ഓന്റെ കൽബ് പറയും എനിക്കിത് കിട്ടേണ്ട തന്നെയാണ്. അപ്പോഴാണ് പടച്ചോനെ 5 വക്തും സുബഹി നിസ്കരിച്ചിട്ട് എന്റെ പെരപ്പണി തീരാന് തന്നെ ഇരുന്നില്ലേ എന്ന് മനസ്സിലാവുക. ഇങ്ങനെയൊക്കെ ആയിട്ടും എന്റെ പെരപ്പണിന്റെ കടം വീടാഞ്ഞതിന്റെ കാരണം ഇതായിരുന്നില്ലേ? എപ്പ നോക്കിയാലും ദണ്ണും കേടും കുട്ടികളും മക്കളും ആശുപത്രിയിലാണ്, എനിക്കിപ്പോ ഇങ്ങനെയാണെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു എന്ന് മനുഷ്യൻ പറഞ്ഞുകൊണ്ട് ബോധ്യപ്പെടുന്ന രംഗമാണ് മഹ്ശറ. അള്ളാഹുവിന്റെ നീതി എന്ന് പറഞ്ഞാൽ എന്താന്ന് കറക്റ്റായിട്ട് ബോധ്യപ്പെടുമ്പോ ഒരു വിഭാഗം ഫരീഖും ഫിൽ ജന്നത്തി വഫരീഖും ഫിസ് സഈർ, ഒരു വിഭാഗം സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗം നരകത്തിലേക്കും തിരിക്കപ്പെടും. അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലാകുക. ഇത് അള്ളാഹുവിന്റെ അതില് മനസ്സിലാകാത്തതാണ് പലപ്പോഴും
അള്ളാഹുവിന്റെ ഖളാഇൽ നമുക്ക് അസംതൃപ്തി ഉണ്ടാവാൻ കാരണം. പിന്നെ ചിലർക്കൊരു വിചാരമുണ്ട്, അള്ളാന്റെ ഖളാ എന്താന്ന് നമുക്ക് മനസ്സിലായില്ല, അള്ളാന്റെ ഇൽമു നമുക്ക് മനസ്സിലായിട്ടില്ല. ആരാ പറഞ്ഞു? ആരാ അള്ളാഹുവിന്റെ ഇൽമു നമുക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു? അള്ളാഹുവിന്റെ ബസർ നമുക്ക് മനസ്സിലായിട്ടില്ല, അള്ളാഹിന്റെ സമ മനസ്സിലായിട്ടില്ല. ഒന്നും നമ്മളിങ്ങനെ കണക്കൂട്ടിയതാണ്, ഞമ്മക്ക് കാണാണ്ടല്ലോ. അപ്പൊ പടച്ചോനും ഇങ്ങനെ തന്നെ ഈ കാര്യം കാണുന്നത്. ആ കണക്ക് തന്നെ തെറ്റാണ്. ആ കണക്ക് തെറ്റാണ്. അള്ളാഹുവിന്റെ സമയം നമുക്ക് മനസ്സിലായിട്ടില്ല, അള്ളാഹുവിന്റെ കലാമ് നമുക്ക് മനസ്സിലായിട്ടില്ല, അതുപോലെ അള്ളാഹുവിന്റെ ഖളാഉം നമുക്ക് മനസ്സിലായിട്ടില്ല. അള്ളാഹിന്റെ 20 സിഫത്തും നമ്മൾ മനസ്സിലായിട്ടില്ല. ചിലതൊക്കെ ഞമ്മക്ക് കുറഞ്ഞ അളവിലുള്ളതുകൊണ്ട് നമുക്കിന് തോന്നണ അത് മനസ്സിലായി, മറ്റേത് മനസ്സിലായില്ല. യഥാർത്ഥത്തിൽ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല എന്ന് വെച്ചാൽ അതിന്റെ പ്രശ്നം തീർന്ന്. ചിലതൊക്കെ നമുക്ക് മനസ്സിലായി എന്ന് പറയുമ്പോഴാണ് വിഷയം വരുന്നത്. ഈമാൻ അഖലിയല്ല, ഈമാൻ ബുദ്ധിപരമല്ല, ഈമാൻ ഒരാൾക്ക് ചിന്തിച്ചാൽ കിട്ടുന്നതല്ല. ഒരുപാട് ആൾക്കാർ പറഞ്ഞില്ലേ ഇസ്ലാം നല്ലതാണെന്ന്, ഓലാരും കൂടെ വന്നില്ലല്ലോ. ഓലൊക്കെ പടിക്ക് പുറത്ത് തന്നെയാണ്, ഇപ്പോഴും പുറത്ത് തന്നെ. അന്നും ഇന്നും എന്നും ഓല് പടിയുടെ പുറത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഉമറിന്റെ മരണം വരണമെന്നൊക്കെ പറഞ്ഞ് ഓല് സംഗതി പടിക്ക് പുറത്ത് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. എന്നൊക്കെ പറഞ്ഞത് ആരാൾ എന്റെ വരാഞ്ഞു? ഈമാൻ ബുദ്ധിപരമല്ല. ഈമാൻ എന്ന് പറഞ്ഞ സാധനം അഖലിയല്ല. വദാലിക ഫദ്ലുല്ല. നമ്മുടെ ഹിദായത്ത് നമ്മുടെ അമലിന്റെ ഭാഗമല്ല. നമ്മുടെ ഇബാദത്ത്, നമ്മുടെ ഹിദായത്ത് നമ്മുടെ അമലിന്റെ ഭാഗമല്ല. അത് വദാലിക ഫദ്ലുല്ലാഹിയാണ്, അള്ളാന്റെ ഫദ്ല് കൊണ്ട് കിട്ടിയതാണ് നമുക്ക് ഹിദായത്ത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ തൃപ്തിയുള്ള മനസ്സുണ്ടാകാം. മന റളിയ ബില്ലാഹി റബ്ബ. ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു റിളാ. വസ്സൂബുലി സയ്യിദിനാ മൂസാ അലൈഹിസ്സലാം. മൂന്നാമത്തേത് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ സൂഫ് ആണ്. സൂഫ് എന്ന് പറഞ്ഞാല് രോമവസ്ത്രം എന്നോ കരിമ്പടെന്നോ ഒക്കെ അതിന് അർത്ഥം പറയാമെങ്കിലും തസവൂഫിൽ സൂഫ് എന്ന് ഉദ്ദേശിക്കുന്നത് തെളിഞ്ഞ ഹൃദയത്തിനാണ്. സൂഫ് എന്ന് പറഞ്ഞത് വളരെ തെളിമയായ ഹൃദയത്തിനാണ് അത് ഉപയോഗിക്കുന്നത്. സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാം തെളിമയായ ഹൃദയത്തിന്റെ ഉടമയായിരുന്നു. അല്ലെങ്കിൽ ബനു ഇസ്രായേലക്കാരെ കൊണ്ടെടുക്കാൻ കഴിയില്ല. ഇസ്രായേലിലെ കോല ഇപ്പൊ തന്നെ നമുക്കറിയാലോ. ഇസ്രായേലിലെ കോല ഇപ്പൊ തന്നെ നമുക്കറിയാം. ബനു ഇസ്രായേലിനെ കൊണ്ടു നടക്കാൻ മൂസാ നബിക്ക് കഴിഞ്ഞത് തെളിമയായ ഹൃദയത്തിന്റെ ഉടമയായതുകൊണ്ടാണ്. മൂസാ നബിയോട് അല്ലാഹു തആല ദുആ ചെയ്യാൻ പറയുന്നുണ്ട്. ഖുൽ റബ്ബിശ്റഹ് ലീ സ്വദ്രി. മൂസാ നബിയെ നിങ്ങൾ റബ്ബിശ്റഹ് ലീ സ്വദ്രി എന്ന് ദുആ ചെയ്തോളി. മൂസാ നബിയോട് അല്ലാഹു തആല അങ്ങനെ പറഞ്ഞതായി കാണാൻ പറ്റും. ഭയങ്കര വിശാല ഹൃദയനായിരുന്നു മൂസാ നബി. ഫറോവയുടെ നാട്ടിൽ നിന്ന് ബനൂ ഇസ്രായേലിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി കൊണ്ടുപോവാണ്. കഥ നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് ഞാൻ അതിന്റെ പോയിന്റ് മാത്രം പറയാം. ഒരു ദിവസം നേരം വെളുക്കുമ്പോഴാണ്, നേരം വെളുക്കാൻ കാലത്താണ് ഒരു പോണത്. നേരം വെളുത്തു നോക്കുമ്പോ ഫിറഔനും കൂട്ടക്കാരും നീച്ചു നോക്കുമ്പോ മൂസനെ അനുയായികളെയും കാണാനില്ല. പോയിട്ടുണ്ടാവും തോന്നി. അങ്ങനെ ഫിറഔന് കുതിരപ്പുറത്ത് കയറി പട്ടാളക്കാരെയും കൂട്ടി നൈൽ നദിയുടെ ഭാഗത്തേക്ക് നീങ്ങി. മൂസാ നബിയും സംഘവും നൈൽ നദിയുടെ സമീപത്തെത്തിയിരുന്നു. ഇവിടെ ഇങ്ങനെ മൂസാ നബിയും സംഘം എത്തിയിട്ടുണ്ട്. ബാക്കിൽ നിന്ന് ഇങ്ങനെ കുതിരയുടെ കുളമ്പടി കേട്ടു. തിരിഞ്ഞു നോക്കുമ്പോ ആ സൈന്യം ഒന്നായിട്ട് ആർത്തി ഇരമ്പി വരിക. ആ സമയത്ത് ബനൂ ഇസ്രായേൽ മൂസാ നബിയോട് പറഞ്ഞു, മൂസയെ പറ്റിച്ചല്ലോ കാര്യം, ഇനി എന്താ നമ്മൾ കാട്ടുക? മൂസാ നബി അലൈഹി ഇസ്ലാം അപ്പോൾ പറഞ്ഞു, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. എന്റെ ഒപ്പം എന്റെ റബ്ബുണ്ട്, അവൻ എനിക്ക് വഴി കാണിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മൂസാ നബി പുഴയിലടിച്ചു, 2 പിളർപ്പായി മാറി നിന്നു. അങ്ങനെ പോവുകയാണ്. ഫിറഔൻ അതിൽ മുങ്ങി മരിച്ചു. പുഴ കടന്നിങ്ങനെ പോകുമ്പോ കുറച്ച് ആൾക്കാർ ഇങ്ങനെ വിഗ്രഹത്തിനെ ആരാധിക്കണ കണ്ടുത്തരെ. പശുവിനെ ആരാധിക്കണ കണ്ടപ്പോ ഒപ്പണ്ടായിരുന്ന ബനൂ ഇസ്രായേൽക്കാർ പറഞ്ഞുത്തരെ, മൂസ ഇങ്ങനത്തെ ഒരു പടച്ചോ ഞമ്മക്കും ആണട്ടോ. ഈ അടങ്ങാറൊക്കെ ഗുലുമാലൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവരെ കൊണ്ടുപോണത് ആ വിഗ്രഹാരാധനയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ. എന്നിട്ടും പോലെ ഒപ്പം കൂട്ടി കൊണ്ടുനടന്ന ആളാണ് സയ്യിദുനാ മൂസ അലൈഹിസ്സലാം. അതിന് വലിയൊരു മനസ്സന്നെ വേണം, ഭയങ്കര വിശാലമായ മനസ്സന്നെ വേണം. അതിന് 94 കിലോമീറ്ററാണ് മക്കയിൽ നിന്ന് ത്വായിഫിലേക്ക്. ഈ 94 കിലോമീറ്റർ നടന്നിട്ട് നബി തങ്ങൾ ത്വായിഫിൽ പോയിട്ട്
കാലിന്റെ നെര്യാണിക്ക് നോക്കി കൂർത്ത പാറക്കല്ലുകൊണ്ട് എറിഞ്ഞാട്ടിയ ത്വായിഫുകാർക്ക് മഹ്ശറയിൽ ശഫാഅത്ത് ചെയ്യാൻ അനുമതി കിട്ടിയാലേ ത്വായിഫിൽ നിന്ന് മുസ്ലിമായവർക്ക് ഞാൻ ആദ്യമായി ശഫാഅത്ത് ചെയ്യുമെന്ന് പറഞ്ഞ ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു ഭയങ്കര മനസ്സ് തന്നെയാണ്, ചെറിയ മനസ്സൊന്നല്ല, അതൊരു വലിയ മാനസികാവസ്ഥയാണ്. വസ്സൂഫു ലിസയ്യിദിനാ മൂസ അലൈഹിസ്സലാം വസ്സിയാഹതു ലിസയ്യിദിനാ ഈസ അലൈഹിസ്സലാം. തസൗഫിന്റെ നാലാമത്തെ അടിസ്ഥാനം ഈസാ നബി അലൈഹിസ്സലാമിന്റെ സഞ്ചാരമാണ്, യാത്ര. ഈസാ നബി അലൈഹിസ്സലാം വലിയ സഞ്ചാരി. യാത്ര ഇബാദത്താണല്ലോ, നിയത്ത് വെച്ചാൽ മതി. നിയത്ത് വെച്ചില്ലെങ്കിൽ ഇബാദത്താവില്ല. പെരുന്തവണ്ണക്ക് പോവുകയാണ്, മീൻ വാങ്ങാനാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യയിൽപ്പെട്ട യാത്രയാണ് ഞാനീ പോണത്, നിയത്ത് വെച്ചാൽ കൂലിട്ടും. യാത്ര ഇബാദത്താണ്, വളരെ പുണ്യമാക്കപ്പെട്ട ഇബാദത്താണ് യാത്ര. യാത്ര 3 തരത്തിലുണ്ട്, യാത്ര 4 തരത്തിലുണ്ട്. ഒന്ന്, ഒരു ഹദീസിലുണ്ട് സാഫിറു വ തസിഹു, നിങ്ങൾ യാത്ര ചെയ്ത് ആരോഗ്യമുള്ളവരായി തീരൂ. യാത്ര ചെയ്ത് ആരോഗ്യമുള്ളവരാ. ശരിക്കും യാത്ര ചെയ്താൽ ആരോഗ്യമല്ലല്ലോ ഉണ്ടാകുക, ക്ഷീണം ഉണ്ടാകുക. ഒരു ദിവസം യാത്ര ചെയ്താൽ പിന്നെ 2 ദിവസം പുറത്തിറങ്ങാതെ കടന്നുറങ്ങും. എന്തേ? യാത്ര ക്ഷീണം. അങ്ങനത്തെ നമ്മളോടാ പറഞ്ഞത് യാത്ര ചെയ്ത് ആരോഗ്യമുള്ളവരായിക്കോളി. എത്ര ആലോചിച്ചാലും മനസ്സിലാവില്ല എന്താ ഇപ്പൊ യാത്ര ചെയ്താൽ കിട്ടുന്ന ആരോഗ്യം. ഇബ്നു റുഷ്ദ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് പഠിച്ചു. എന്താ യാത്രയിലെ ആരോഗ്യം? അദ്ദേഹം പറഞ്ഞു, യാത്ര 4 തരത്തിലുണ്ട്. ഒരു യാത്രയാണ് റിഹില എന്ന് പറയുന്ന യാത്ര. റിഹിലത്ത്, റിഹില എന്ന് പറഞ്ഞാല് കച്ചവടത്തിന് വേണ്ടി പോവുക, ജോലിക്ക് പോവുക, വിദേശത്തേക്ക് പോവുക, കാഫില, ഇതൊക്കെ റിഹില. കുടുംബം നോക്കാൻ വേണ്ടി പോകുന്ന യാത്രക്കാണ് റിഹില എന്ന് പറയാം. രണ്ടാമത്തൊരു യാത്രയുണ്ട്, അതിന് ഹിജ്റ എന്ന് പറയും. ജന്മനാട് ഉപേക്ഷിച്ച് മറ്റൊരു നാട്ടിൽ താമസമാക്കാൻ വേണ്ടി പോകുന്ന യാത്രക്കാണ് ഹിജ്റ എന്ന് പറയാം. മൂന്നാമത്തൊരു യാത്രയുണ്ട്, അതിന് സിയാറ എന്ന് പറയും, സന്ദർശനം. ഹജ്ജിന് പോവുക, ഉംറക്ക് പോവുക, കോഴിക്കോട്ടേക്ക് ഒരാളെ കാണാൻ വേണ്ടി പോവുക, അതൊക്കെ സിയാറത്താണ്. അപ്പൊ ഞാൻ 3 യാത്ര പറഞ്ഞു, 500 യാത്രയും കൂടിയും ബാക്കിയുണ്ട്. ഞാൻ പറഞ്ഞ 3 യാത്ര ഒന്നുകൂടി നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരാം. ഒന്നാമത്തെ യാത്ര റിഹില എന്ന് പറയുന്ന യാത്രയാണ്, കുടുംബം നോക്കാൻ വേണ്ടി പോണത്. രണ്ടാമത്തെ യാത്രയുണ്ട് സിയാറ എന്ന് പറയുന്ന യാത്ര, സന്ദർശനത്തിന് വേണ്ടി പോകുക. മൂന്നാമത്തെ ഒരു യാത്രയുണ്ട്, അത് ഹിജ്റ എന്ന് പറയുന്ന യാത്രയാണ്, ജന്മനാട് ഉപേക്ഷിച്ച് മറ്റൊരു നാട്ടിലേക്ക് താമസമാക്കാൻ വേണ്ടി പോകുന്നതാണ്. ഇത് 3മല്ലാത്തൊരു യാത്രയുണ്ട്, അതാണ് യഥാർത്ഥത്തിൽ സഫർ എന്ന യാത്ര. ഇത് 3മല്ലാത്തൊരു യാത്രയുണ്ട്. അതേതാ യാത്ര? യാത്രക്കു വേണ്ടിയുള്ള യാത്രയാണ് സഫർ. എന്താണ് മനസ്സിലായിക്കോളി? യാത്രക്കു വേണ്ടിയുള്ള യാത്രയാകുന്നു സഫർ. ഞാൻ ഇന്ന് പെരേന്ന് പോരുന്ന സമയത്ത് എന്റെ കുട്ടി കരയുന്നുണ്ട്. എന്തിനാ കരയണത്? പോരാന്. എവിടേക്ക് പോരാന്? എവിടേക്കായാലും വേണ്ടില്ല, പോരന്നെ. യാത്രക്ക് വേണ്ടി. അതാണ് കുട്ടികളുടെ ആരോഗ്യത്തിന്റെ രഹസ്യവും. കുട്ടികളുടെ ആരോഗ്യത്തിന്റെ രഹസ്യം പോലെ ഇങ്ങനെയാണ് പോകും, എത്തിയോടത്ത് എത്തും. ചിലപ്പോൾ ഓട്ടോമൊക്കെ കണ്ടെത്തും, പിന്നെ അവിടുന്ന് പോയി പിടിച്ചോണ്ടിരേണ്ടി വരും. അല്ലെങ്കിൽ അങ്ങപ്പുറത്ത് തൊടുക്കോ, അപ്പുറത്തെ പെരേക്ക് അതിന്റെ അപ്പുറത്ത് കുർത്തം വിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ലക്ഷ്യമില്ലാത്ത യാത്ര. മഹാന്മാരായ ആളുകളൊക്കെ നിങ്ങൾ പരിശോധിച്ചു പോലെ യാത്ര അങ്ങനെയായിരുന്നു. അവരുടെ യാത്ര അങ്ങനെയായിരുന്നു, എങ്ങട്ടാതില്ലാതെ പോയതാണ്. അപ്പോൾ പലയിടത്തേക്ക് എത്തി. അപ്പോൾ അവർ പല സ്ഥലത്തേക്ക്. യഥാർത്ഥത്തിൽ ഗൗസുൽ ആദമിന്റെ യാത്ര നമ്മൾ സാധാരണഗതിയിൽ ബഗ്ദാദിലേക്ക് പോയതാണെന്ന് പറയാറുണ്ട്. പക്ഷെ അത് വളരെ കീറി മുറിച്ച് പരിശോധിച്ചാൽ ഉമ്മ ഞാൻ പോകട്ടെ എന്ന് ചോദിച്ചിട്ടുള്ളൂ. ഉമ്മ എനിക്ക് യാത്ര പോകണം, ഉമ്മ ഞാൻ പോകട്ടെ. സമ്മതിച്ചില്ല. സമ്മതിക്കാതിരുന്നതിന്റെ പിന്നിലൊരു കാരണം വേണ്ടേ? എന്തുകൊണ്ട് സമ്മതിച്ചില്ല? പോയാൽ ഈ ദുനിയാവിൽ വെച്ച് കാണണമെന്നില്ല. കാരണം ഇത് എങ്ങോട്ടൊന്നില്ലാത്ത പോക്കാണ്. അതുകൊണ്ടാണ് അമ്മ സമ്മതിക്കാത്തത്. അങ്ങനെ ഒരു ദിവസം അറഫ നാളിൽ എറുമറഫ നാൾ പശുവേ പായിച്ചാരെ ഇതിനോ പാടച്ചെന്ന് പശുവ് പറഞ്ഞോവർ. അറഫാ ദിവസം ഞാൻ നടന്നു പോകുമ്പോ ഒരു പശുവിനെ വടിയെടുത്തിങ്ങാണ്ട് ഒന്ന് കൊടുത്ത്, പശു ഇങ്ങോട്ട് തിരിഞ്ഞില്ലേ, മുഹ്യദ്ദീനെ ഇതിനാ എന്നെ പടച്ചിരിക്കണത് എന്ന് ചോദിച്ചു. അലിഹാദാ ബിഹാദാ ഉമിർത്ത, ഇതിനാണോ എന്നെ പഠിച്ചത്? ഇതാണോ എന്റെ ഏർപ്പാട്? അന്ന് പെരേക്ക് വന്നിട്ട് ഉമ്മാട് പറഞ്ഞു, ഉമ്മ ഇനി എനിക്ക് പോയേ പറ്റുള്ളൂ പറഞ്ഞു.
അപ്പം അമ്മ പറഞ്ഞു, മോനെ ഇഞ്ചിൻ്റെ കുട്ടി പൊയ്ക്കോളി, പോകാൻ നേരായിട്ടുണ്ട്. അപ്പോഴാണ് പോകാൻ നേരായത്. അങ്ങനെ മഹാനായ ഗൗസുല്ലാദം യാത്ര തിരിച്ചു. പോയി അങ്ങനെ ബഗ്ദാദിലേക്കോ ഇറാഖിലേക്കൊക്കെ എത്തിയതാണ്. എല്ലാ യാത്രയും നോക്കി. ഇസ്ലാമിക ഫിലോസഫിയിൽ ആദ്യമായി രചന നിർവഹിച്ച ആളാണ് ബഹുമാനപ്പെട്ട ഇബ്നു അജീബ റളിയല്ലാഹു അൻഹു. ഇസ്ലാമിക ഫിലോസഫി ആദ്യമായി എഴുതിയ ആള്. കിതാബുൽ ബഹറിന്റെ രചയിതാവാണ് ബഹുമാനപ്പെട്ട ഇബ്നു അജീബ റളിയല്ലാഹു അൻഹു. ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ അത്ഭുതങ്ങളും അദ്ദേഹം പറഞ്ഞു. ഏറ്റവും കൂടുതൽ മഹാനവറുകൾ സംസാരിച്ചത് ബഹറിനെ കുറിച്ചാണ്. മഹാനവറുകൾ ആ രംഗത്തേക്ക് വരാനൊരു കാരണമുണ്ടായി. ഇസ്ഫഹാനാണ് ഇബ്നു അജീബയുടെ നാട്. ഇസ്ഫഹാനിൽ നിന്ന് ഒരിക്കൽ തന്റെ പിതാവായ അബ്ദുള്ളയോട്, ഉപ്പ ഞാൻ യാത്ര പോകട്ടെയോ എന്ന് ചോദിച്ചു. ഉപ്പയുടെ സമ്മതത്തോടുകൂടെ ഇസ്ഫഹാനിൽ നിന്ന് ഇബ്നു അജീബ യാത്ര തിരിച്ചിട്ടിങ്ങനെ നടന്ന് പോവുകയാണ്. അങ്ങനെ പോയി ഇറാഖിലെ ബഗ്ദാദിലെത്തിച്ചേർന്ന സന്ദർഭത്തിൽ അവിടെ ഇബ്നു സുന്നി എന്നു പേരായ ഒരു മഹാൻ ജീവിച്ചിരുന്നു. വലിയ മുദരിസാണ് ഇബ്നു സുന്നി. ഒരുപാട് ശിഷ്യന്മാരുള്ള വലിയ ഉസ്താദ്. ഉസ്താദ് ഒരു ദിവസം പറഞ്ഞു, ദർസ് അവസാനിച്ചിരിക്കുന്നു, ഇനി ദർസില്ല, ഞാൻ എല്ലാവരും പൊയ്ക്കോളി അറിഞ്ഞു. അങ്ങനെ പള്ളിന്റെ മൂലക്കെ ഇതേമാതിരി ചെറിയ ഒരു കൂടുണ്ടാക്കിയിട്ട് മൂപ്പരായാലും ഇങ്ങനെ ഇരുന്നു. അപ്പൊ ശിഷ്യന്മാര് ലേശം കൗശലമുള്ള ടീമാ. ഓല് ചോദിച്ചു, ഉസ്താദെ ദർസ് നടത്തലാണ് അള്ളാഹുത്തല നിങ്ങളെ ഏൽപ്പിച്ച പണി. ഈ പണി കഴിഞ്ഞാൽ ഞങ്ങളാണ് മരിച്ചേണ്ടതല്ലേ? ദർസ് കഴിഞ്ഞു പറഞ്ഞാൽ അങ്ങനെ വിടാൻ പറ്റൂലല്ലോ. ദർസ് കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ മരിക്കാത്തതെന്ന് ചോദിച്ചു. അതില് പറഞ്ഞു, മോനെ ഞാൻ ഒരാളെ പ്രതീക്ഷിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹൗദും കരക്കുന്ന ആൾപ്പെരുമാറ്റം. ചെന്ന് നോക്കുമ്പോ ഇബ്നു അജീബാണ്. സന്തോഷായി വിളിച്ചുകൊണ്ടോയിട്ട് പറഞ്ഞു, മോനെ ഞാൻ ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളെ കൂടി ഇതിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇത് രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ തയ്യാറാക്കിയതുകൊണ്ട് ഇതിൽ ചില രാജസ്വാധീനങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്. മോൻ ഇതൊന്ന് നേരാക്കിയിട്ട് പ്രസിദ്ധീകരിക്കൊണ്ടിട്ടോ, ഞാൻ മരിച്ചാൽ ഇന്നൊന്ന് കുളിപ്പിച്ചിട്ട് മയ്യത്ത് നിസ്കരിക്കും ചെയ്യണം എന്ന് പറഞ്ഞാണ്ട് ആണ് കടന്നുകാണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി വഫാത്തായി. ആ യാത്രക്കാരനാണ് ഇബ്നു അജീബ എന്ന് പറഞ്ഞത്. യാത്രയുടെ ലക്ഷ്യം യാത്രയാകുന്നതാണ് യഥാർത്ഥത്തിൽ സഫർ. അതാണ് സാബിറു വതസിഹു. അങ്ങനെ ഒരുപാട് യാത്രക്കാരെ നമ്മൾ പരിശോധിച്ചോളി. ചരിത്രം അറിയപ്പെടുന്ന യാത്രക്കാരൊക്കെ എത്തിയോടത്തേക്ക് എത്തിയതാ, ഓലങ്ങനെ പോയതാണ്. യാത്രയുടെ ലക്ഷ്യം യാത്രയാകുമ്പോൾ വിജയിക്കും. അങ്ങനത്തെ വലിയൊരു സഞ്ചാരിയായിരുന്നു സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം. തസവ്വുഫിന്റെ അടിസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് യാത്ര എന്ന് പറയുന്നത്. അഞ്ചാമത്തേത് ബഹുമാനപ്പെട്ട സക്കരിയാ നബി അലൈഹിസ്സലാമിന്റെ ഇശാറത്താണ്. അൽ ഇശാറത്തു ലി സയ്യിദിനാ സക്കരിയാ അലൈഹിസ്സലാം. സക്കരിയാ നബി അലൈഹിസ്സലാം പൊതുവെ വർത്താനം പറയാൻ മടിയുള്ള ഒരാളാണ്. പൊതുവെ തന്നെ വർത്താനം പറയാൻ മടിയുള്ള ഒരാളാണ്. മഹാനവറുകൾക്ക് കുട്ടി ഉണ്ടായിരുന്നില്ല. കഫായൻ സ്വാദ് സിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا إني خفت الموالي من ورائي وكانت امرأتي عاقرا فهب لي من لدنك وليا يرثني ويرث من آل يعقوب واجعله ربي رضيا. അങ്ങനെ പറഞ്ഞു. അപ്പൊ അള്ളാഹു തആല പറഞ്ഞു, സക്കരിയ അങ്ങക്ക് ഒരു കുട്ടിനെ തരാൻ തീരുമാനിച്ചിരിക്കണം, ഒരു കുട്ടി നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞു. അപ്പൊ സക്കരിയ നബി പറഞ്ഞു, റബ്ബി ജഅൽ ലി ആയ, എന്നാ അതിനൊരു തെളിവാണെന്ന് പറഞ്ഞു. ഖാല ആയതുക അല്ലാ തുകല്ലിമൻ നാസ സലാസ ലയാലിൻ സവിയ ഫഔഹാ ഇലാ ഖൗമി ഫഖറജ മിനൽ മിഹ്റാബി فأوحى إلى قومه أن سبحوا بكرة وعشيا. അതിന്റെ തെളിവായിട്ട് പറഞ്ഞതാണ്, 3 ദിവസങ്ങൾ ആൾക്കാരോട് സംസാരിക്കൂല, നിങ്ങളിങ്ങനെ ആംഗ്യം കാണിക്കുക മാത്രമേ ചെയ്യുള്ളൂ പറഞ്ഞു. അങ്ങനെ സക്കരിയ നബി അലൈഹി ഇസ്ലാം ഉണ്ടാതായി. ഇമാമത്ത് എത്താൻ വേണ്ടി ഇങ്ങനെ ആംഗ്യം കാണിക്കും, വക്താവുമ്പോ മെഹ്റാബക്ക് അങ്ങനെ ചെയ്തു. അതാണ് സക്കരിയ നബി അലൈഹി ഇസ്ലാമിന്റെ ഇഷാറത്ത് എന്ന് പറയുന്നത്.
ശരിക്ക് സംസാരിക്കുന്നതിനേക്കാൾ ക്വാളിറ്റി സംസാരിക്കാതിരിക്കുന്നതിനാണ്. ഒരാള് വർത്താനം പറയാനല്ല പഠിക്കാനുള്ളത്, വർത്താനം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ചുകൊണ്ട് ഒരാൾ പഠിച്ചിട്ടുണ്ട് എന്നാണ്. കരച്ചിലാണ് ഒരു മനുഷ്യന്റെ ആദ്യത്തെ സംസാരം. കരയലിന് വലിയ മാനുണ്ട്. കരച്ചിൽ ഏറ്റവും വലിയ മാനുള്ള സംസാരമാണ്. ഏറ്റവും അർത്ഥമുള്ള സംസാരം ചുംബനമാണ് കേട്ടോ. ഇസ്ലാമിക് സെക്സോളജി എന്നൊരു വിഷയം എന്താ പഠിക്കുമ്പോൾ ചുംബനത്തെ കുറിച്ച് പഠിക്കും. ചുംബനത്തെ കുറിച്ച് പറഞ്ഞുകൊടുത്ത് അള്ളാഹുവിന്റെ കലാമിന്റെ പ്രത്യേകത ചുംബനത്തിനുണ്ട് എന്നാണ്. സന്ദർഭികമായ ഓർമ്മ എന്നപ്പോൾ പറഞ്ഞതാണ്. അള്ളാഹിന്റെ കലാമെ ഹർഫോ സൗത്തോ ഇല്ലാത്തതാണ് അള്ളാഹുവിന്റെ കലാമ്. ശരിക്കും ചുംബനം അതാണ്, ഹർഫോ സൗത്തോ ഇല്ലാത്ത സംസാരമാണ്. നമ്മുടെ മക്കളെ നമ്മൾ ഉമ്മ വെക്കുന്ന സമയത്ത് മനസ്സിൽ കരുതിയ കാര്യം അതേമാതിരി ഒരു കിട്ടും. ഒരാള് അത് ഭാര്യനെ ഉമ്മ വെക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ചുംബനം അർപ്പിക്കുന്ന സമയത്ത് ഒരാൾ മനസ്സുകൊണ്ട് സംസാരിക്കുകയാണെന്നാണ്. ചുംബിക്കുമ്പോൾ മനസ്സുകൊണ്ട് പറയുന്നത് അതേപോലെ കിട്ടുന്നുണ്ട് എന്നാണ്. അള്ളാഹുവിന്റെ കലാമിന്റെ പ്രത്യേകതയുള്ള സംസാരമാണ് ചുംബനം എന്ന് പറഞ്ഞത്. സാന്ദർഭികമായി പറഞ്ഞെന്ന് മാത്രം. മനുഷ്യന്റെ ഏറ്റവും വലിയ സംസാരം കരച്ചിലാണ്. ആ കരച്ചിൽ ഗർഭപാത്രത്തിൽ വെച്ചുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ പരിശീലിച്ചാണ് വരുന്നത് എന്നാണ്. പിന്നെ നമ്മളൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യാത്ത ഒരു സംസാരമുണ്ട്. എല്ലാ മനുഷ്യന്മാർക്കുള്ളതാണത്. എല്ലാ മനുഷ്യന്മാർക്കുള്ളതാണ്. ചില അമ്മമാര് മക്കള് ഗൾഫിൽ പോയി, അവിടെ നല്ല ജോലിയും കാര്യങ്ങളൊക്കെയാണ്. ചിലപ്പോ ഉമ്മ പറഞ്ഞാണ് എനിക്ക് എന്തോ ഒന്നിങ്ങനെ കുഞ്ഞുട്ടിനെ കാണാൻ ഇങ്ങനെ പൂതിയായിട്ട് വെച്ച ഓൻ എന്താ പറ്റീന്നാവോ എന്ന് പറയും ചില അമ്മമാര് പറയും. അതൊരു വലിയ സംസാരമാണ്. അതിന്റെ ചെറിയ ഉദാഹരണമാണ് മുല കുടിക്കാൻ കുട്ടി ആഗ്രഹിക്കുമ്പോൾ ഉമ്മയുടെ മുലയിൽ പാലിറങ്ങി വരുന്നത്. കുട്ടികൾ എപ്പോഴും കരണ്ടത് മുല കുടിക്കാനൊന്നല്ല, മുല കുടിക്കാനാണ് കരയുന്നതെങ്കിൽ ഉമ്മയുടെ മുലയിൽ പാലിറങ്ങും. കുട്ടി കരയുന്നുണ്ട് ഉമ്മാന്റെ മുലയിൽ പാലിറങ്ങിയിട്ടില്ല എങ്കിൽ ആ കരച്ചിൽ മുല കുടിക്കാൻ വേണ്ടി കരഞ്ഞതല്ല. പിന്നെ അതെന്തിനേക്കാളും കരഞ്ഞത്? അത് കരഞ്ഞത് അള്ളാന്റെ ദിക്ർ കേൾക്കാനാണ്. ലാ ഇലാഹ ഇല്ല ചൊല്ലിയോക്ക. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ രഹസ്യം അടക്കം ചെയ്തിട്ടുള്ളത് താരാട്ടിലാണ്. താരാട്ട് പാട്ട് ഇപ്പൊ കേട്ടാലും നമുക്ക് സന്തോഷം വരും. ചെറുപ്പത്തിൽ കേൾക്കണ്ട, ഇപ്പൊ കേട്ടാലും സന്തോഷം വരും. അങ്ങനെയാണ്. ഇപ്പൊ ചെല്ലിയൊക്കെയാലും അതിന്റെ രസം കിട്ടും. ചെല്ലിയൊക്കെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇപ്പൊ കേട്ടാൽ താരാട്ടിന് കുറെ നിബന്ധനകളുണ്ട് എന്ന് മാത്രം. താരാട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രമാണ് 4 മാസം വരെ ഒരു കുട്ടിക്ക് ചൊല്ലിക്കൊടുക്കേണ്ടുള്ളൂ എന്നാണ്. മുഹമ്മദ് റസൂലുള്ളാഹ് കൂട്ടി ചെല്ലണ്ട. 4 മാസം കഴിഞ്ഞതിന് ശേഷമേ മുഹമ്മദ് റസൂലുള്ളാഹ് കൂട്ടി ചെല്ലേണ്ടതുള്ളൂ. 8 മാസം കഴിഞ്ഞതിന് ശേഷം വേറെ പാട്ട് പാടേണ്ടതുള്ളൂ. 8 മാസം വരെ ഒരു കുട്ടി, ശരിക്കും 10 മാസം വരെ ഉണ്ട്. പക്ഷെ 8 മാസം കറക്റ്റായിട്ട് ഒരു കുട്ടി അല്ലാഹ് എന്ന് മാത്രമേ ചിന്തിക്കുള്ളൂ. മഹാനായ ഗൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകൾ പറഞ്ഞു, ഒരു കുട്ടി കുടിക്കുന്ന മുലപ്പാലിന്റെ ഗുണം 100-ാം വയസ്സിലും നീണ്ടു നിൽക്കുന്നതിന്റെ കാരണം മുല കുടിക്കുന്ന സമയത്ത് കുട്ടിയുടെ കൽബിൽ അൽഹംദുലില്ലാഹ് എന്നല്ലാതെ മറ്റൊന്നുമില്ല എന്നതാണ്. മുല കുടിക്കുന്നത് 2 കൊല്ലാണ്. അതിന്റെ ഗുണം 90-ാമത്തെ വയസ്സിലുണ്ടാകും. അതിന്റെ കാരണം കുട്ടി മുല കുടിക്കുമ്പോൾ കൽബിൽ അൽഹംദുലില്ലാഹ് എന്ന് മാത്രമേ ഉള്ളൂ. കുട്ടികൾ അല്ലാഹുവുമായി അത്ര അടുത്ത ബന്ധമാണ്. നമ്മൾ ചെറിയ കുട്ടിനെ കാണാറില്ലേ, മനുഷ്യന്മാരെ നോക്കൂല. ചെറിയ കുട്ടികള് മനുഷ്യന്മാരെ നോക്കൂല. വെളുത്ത നിറം കണ്ടാൽ നോക്കും, ലൈറ്റ് കണ്ടാൽ നോക്കും, മനുഷ്യനെ നോക്കൂല. എന്താ വെളുത്ത നിറത്തിന്റെ പ്രത്യേകത? എന്താ ലൈറ്റിന്റെ പ്രത്യേകത? മാലാഖമാരുടെ ലോകവുമായി അവർക്കുള്ള ബന്ധമാണ് യഥാർത്ഥത്തിൽ അത്. തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി മാലാഖമാരുമായുള്ള ബന്ധം അസ്തമിക്കുന്ന സമയത്ത് കരയുന്നു.
ഉമ്മ വന്നിട്ട് രണ്ടാമത് മലക്കുകളായിട്ട് കണക്ഷൻ കൊടുക്കും. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് ജല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ സുഖായിട്ട് പിന്നെ ഉറങ്ങും. ഉറക്കത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഉറക്കത്തിൽ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് റൂഹ് താഴെ ഇറങ്ങുകയാണ് ചെയ്യുന്നത്. റൂഹ് താഴെ ഇറങ്ങിയാൽ അതിനുള്ള പ്രത്യേകത എവിടെ നിന്നാണോ വന്നത് അങ്ങോട്ട് തന്നെ അത് തിരിച്ചു യാത്ര ചെയ്യുമെന്നാണ്. കുട്ടി ഉറങ്ങുന്ന സമയത്ത് ശരീരത്തിൽ നിന്ന് താഴെ ഇറങ്ങുന്ന റൂഹ് അള്ളാഹുവിന്റെ സാമീപ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നതിനാൽ കുട്ടി സുഖത്തിലാണ്. ആ റൂഹ് വല്ലപ്പോഴും മടങ്ങി വന്നാൽ കുട്ടി അസ്വസ്ഥനാകുന്നു. അള്ളാഹുമായുള്ള കണക്ഷൻ വിടുന്ന സമയത്താണ് റൂഹ് തിരിച്ചു വരിക. കണക്ഷൻ വിട്ടാൽ റൂഹ് ഘടന മടങ്ങി വരും. അപ്പോൾ കുട്ടി തൊട്ടിലിൽ നിന്നും നിലവിളിച്ചുകൊണ്ട് പേടിച്ചതുപോലെ കരയുന്ന സമയത്ത് ഉമ്മ ഓടി വന്നിട്ട് വീണ്ടും അള്ളാഹുമായി കണക്ഷൻ കൊടുക്കും. അപ്പോൾ കുട്ടി അതാ വീണ്ടും ഉറങ്ങുന്നു. ഉറങ്ങുമ്പോൾ റൂഹ് താഴെ ഇറങ്ങുന്നു, ഇലാഹിയായ സാമീപ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നു. ഈ അവസ്ഥ ഒരു കുട്ടിയിൽ 4 മാസം അള്ളാഹുമായി മാത്രം കണക്ട് ചെയ്യും. 4 മാസം കഴിഞ്ഞാൽ പിന്നെ ഒരു കുട്ടി സ്വലാത്തിന്റെ മഖാമിലേക്ക് നീങ്ങും. സ്വലാത്തിന്റെ മഖാമിലേക്ക് നീങ്ങും. ഈ കാര്യം ഇതേമാതിരി തഴവ ഉസ്താദിന്റെ അൽ മവാഹിബുൽ ജലിയയിൽ പഠിക്കാതെ നീന്തുന്ന ജീവികൾ എന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട്. പഠിക്കാതെ നീന്തുന്ന ജീവികൾ, ആ അധ്യായത്തിൽ കാണാൻ പറ്റും. ഇതേമാതിരി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു ഹദീസിനെ വിശദീകരിച്ചുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. എല്ലാ കുട്ടിയും ആദ്യത്തെ 4 മാസം അള്ളാഹുമായി ബന്ധപ്പെട്ട മനസ്സാണ്. രണ്ടാമത്തെ 4 മാസം സ്വലാത്തിന്റെ മഖാമിലേക്കാണ്. മൂന്നാമത്തെ 4 മാസം മാതാപിതാക്കൾക്ക് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന മനസ്സിലാണ്. 8 മാസം കഴിഞ്ഞാൽ പാടണം. എന്താ പാടേണ്ടത്? കുട്ടി ഇങ്ങനെ മടിയെ കിടക്കുമ്പോ നമുക്കിങ്ങനെ ഓർമ്മ വരണം, പഠിച്ചോനെ അന്റെ നിയമത്തുള്ള റബ്ബേര്. വന്ധ്യതാ ചികിത്സ എന്ന് പറഞ്ഞാല് ധാരണ വെച്ചുള്ള ചികിത്സയാണ്. കുട്ടികളുണ്ടാവാത്തതിനുള്ള ചികിത്സ എന്ന് പറഞ്ഞത് കറക്റ്റ് പോയിന്റിലുള്ള ചികിത്സ അല്ല. ഒരു വൈദ്യത്തിലും അങ്ങനല്ല. ഏകദേശം ഇന്നതൊക്കെ ഇക്കാരെന്ന് കരുതിയിട്ട് കുറെ മരുന്നാണ് കൊടുക്കുമ്പോ അത് ഏതിലൊന്നാണ് ക്ലിക്കാകല. 100,000 കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്നാലും കുട്ടി ഉണ്ടാവൂല. അള്ളാഹുവിന്റെ ഏറ്റവും വലിയൊരു ഫضലാണ് യഥാർത്ഥത്തിൽ കുട്ടി ഉണ്ടാവുക എന്ന് പറഞ്ഞത്. നമ്മളെ മടിയിലിങ്ങനെ കുട്ടി കിടക്കുമ്പോ അതിങ്ങനെ ഓർമ്മ വരണം. അൽഹംദുലില്ലാഹി അല്ലാഹ് തന്നുള്ള ആരംഭ പൈതൽ ഉറങ്ങിക്കോ, മുത്ത് റസൂൽ തങ്ങൾ തന്റെ ചാരത്ത് ഫിർദൗസിലെത്താൻ നോക്കിക്കോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ചില പാട്ട് വല്ലാതെ മനസ്സിലിട്ടോ. ആലുവയില് ഫരീദ് ബാബ എന്ന് പറഞ്ഞൊരു മസ്താൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ റോഡ് സൈഡിൽ കൂടെ ഒക്കെ നടന്നിട്ട് ഇങ്ങനെ പാട്ട് പാടും. അപ്പൊ ആൾക്കാർക്ക് ഇത് പാടുന്ന കാലത്ത് അത്ര തിരിഞ്ഞില്ല. കുറെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ച് നോക്കപ്പോഴാണ് ഇത് പഠിച്ചവനെ നല്ല പാട്ടാണല്ലോ. ഒരുപാട് പാട്ടുപാടി മാനവറുകൾ. കള്ളുഷാപ്പിൽ നീ കേറിടാത്തത് സ്വർഗക്കള്ളിനെ മോഹിച്ചിട്ടോ, പെണ്ണിനാലെ നീ നാറിടാത്തത് ഹൂറുൽ ഈനെ നീനച്ചിട്ടോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളയെ മാത്രം കൊള്ളടോ, മറ്റു എല്ലാതും റോട്ടിൽ തള്ളടോ. അള്ളയുണ്ടെങ്കിലുണ്ട് എല്ലാതും, ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വർഗമാണല്ലാഹ് നരകമല്ലടോ, സ്നേഹമാണവനറിയടോ, നരക ജീവിതം സ്വർഗമാക്കുവാൻ അല്ലാഹയെ സ്വന്തമാക്കടോ. ലാ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ മുഹമ്മദുർ റസൂലുള്ളാഹ്. പാമ്പിനെ ഭയക്കുന്ന രീതിയിൽ റബ്ബിനെ ഭയക്കണ്ടടോ, ഉപ്പയെ പ്രിയം വെച്ച രീതിയിൽ റബ്ബിനെ പ്രിയം വെക്കടോ. ലാ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. വൽ ഇശാറത്തു ലിസയ്യിദിനാ സക്കരിയ അലൈഹിസ്സലാം. സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ഇശാറത്ത്, ആംഗ്യ ഭാഷ എന്ന ഗുണം മനുഷ്യനിൽ ഉണ്ടാവണം. സൂഫിയുടെ ഗുണമാണ് ആംഗ്യ ഭാഷ. ഇഷ്ടം പോലെ സംസാരിക്കലല്ല മനുഷ്യന്റെ ഗുണം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോ വായിൽ എന്തോ ഉണ്ടെന്ന് തോന്നിയ സ്വഹാബത്ത് ചോദിച്ചു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, എന്താണ് നിങ്ങളുടെ വായിലുള്ളത്? സിദ്ദീഖ് തങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് കാണിച്ചു കൊടുത്തു. കല്ലാണ്, കല്ലാണ്. എന്തിനാണ് അമീറുൽ മുഅ്മിനീൻ വായിൽ കല്ലിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ബഹുമാനപ്പെട്ട ശിഹാബുദ്ദീൻ സുഹ്റവർദി റളിയല്ലാഹു അൻഹു തന്റെ അവാരിഫിൽ മാരിഫിൽ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. എന്തിനാ കല്ലിട്ടിക്കണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അറിയാതെ സംസാരിച്ചു പോകാതിരിക്കാനാണ്. കല്ല് വായിലിട്ടാല് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മറുപടി പറയുന്നതിന് മുമ്പ് വായയിൽ നിന്ന് കല്ലിങ്ങോട്ടെടുക്കേണ്ടി വരുമല്ലോ. അപ്പൊ വായയിൽ നിന്ന് കല്ലെടുക്കുന്ന സമയം ആലോചിക്കാൻ നേരം കിട്ടും. പറഞ്ഞത് തിരിച്ചെടുക്കാൻ ഒരു വഴിയുമില്ല. പറയാതിരുന്നാൽ ആവശ്യം വരുമ്പോൾ പറയാം. പറഞ്ഞു പോയത് ഇങ്ങനെ തിരിച്ചു കിട്ടാനൊരു വഴിയുമില്ല. പറഞ്ഞിട്ടില്ലെങ്കിൽ ആവശ്യമാകുമ്പോൾ ഇനി പറയാലോ. മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ, ആ മനുഷ്യൻ മദീനത്തെ പള്ളിയിൽ ഒരീസം വരാൻ കുറച്ച് നേരം വൈകിയാല് മൂപ്പര് ഇരിക്കുന്ന സീറ്റിക്ക് വേറൊരാളാണ്ട് കയറിയിരിക്കൂല. കുറച്ച് വരാൻ നേരം വൈകിയാല് സാധാരണ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന സ്ഥലത്തേക്ക് മറ്റൊരാൾ കയറിയിരിക്കൂല. എന്തേ പ്രത്യേകത? സംസാരമല്ല ഒരു മനുഷ്യന്റെ പ്രത്യേകത. ഒരാൾക്ക് എങ്ങനെ മൗനം വാചാലമാക്കാൻ കഴിയും എന്നതാണ് ഒരു മനുഷ്യന്റെ ക്വാളിറ്റി. ഓൻ പറഞ്ഞില്ലെങ്കിലാണ് അടങ്ങേറ്, ഓൻ പറഞ്ഞാൽ ഒരു അടങ്ങേറില്ല. അതായിരിക്കണം ഒരു മനുഷ്യന്റെ ഗുണം എന്ന് പറയുന്നത്. എല്ലാ ഗുണവും സംഗമിച്ചു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ ഹലാക്ക് 360, അതിലൊന്ന് മുഅ്മിനീനുണ്ട് എങ്കിൽ അവനതാ സ്വർഗത്തിലേക്കൊരു വഴിയതായി തീരുന്നതാ എന്നും ഹദീസിൽ വ്യക്തമായി കാണുന്നതാ. ഒരിക്കൽ പുണ്യനബി പറഞ്ഞു, അല്ലാഹു തആലക്ക് 360 സ്വഭാവമുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു സ്വഭാവം ഒരു മുഅ്മിനുണ്ടെങ്കിൽ ഓൻ സ്വർഗത്തിൽ പോകും. ഇത് കേട്ട് നിന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉടനെ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അതിൽ ഏതെങ്കിലും ഒരു ഗുണം എന്നിലുണ്ട് നബിയേ? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സിദ്ദീഖ്, ഈ 360 ഗുണങ്ങളും നിങ്ങളിലുണ്ട് സിദ്ദീഖേ. ഈ 360 ഗുണങ്ങളും നിങ്ങളിലുണ്ട്. ഒരു ദിവസം ഒരാള് മദീനയിൽ നബിയും സഹാബത്തും താമസിക്കുന്ന കാലഘട്ടത്തിൽ വിദേശത്ത് നിന്ന് ഒരാൾ മുഅ്മിനീങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വന്നു. മുഅ്മിനീങ്ങളുടെ സ്വഭാവം എന്തൊക്കെയെന്ന് പഠിക്കാൻ വേണ്ടി വന്നു. വഴിയിൽ വെച്ച് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെയാണ് കണ്ടത്.
അബൂ ഹുറൈറ റളിയല്ലാഹുവിനോട് കാര്യം പറഞ്ഞ് ഞാൻ മുഅ്മിനീങ്ങളുടെ സ്വഭാവം പഠിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ അബൂ ഹുറൈറ ഇങ്ങനെ ആയാലും രണ്ടാൾക്കാർ പോലെ ഇങ്ങനെ കൂട്ടിയിട്ട് മദീനത്തെ പള്ളിക്ക് കൊണ്ടുപോയി. അപ്പൊ നബിയും സഹാബത്തും ഇങ്ങനെ ഇരിക്കുകയാണ് പള്ളിയിൽ. നബി തങ്ങൾ ഇരിക്കുന്നുണ്ട്, സഹാബാക്കളുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, സഹാബാക്കളെ, നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് നോമ്പ് നോറ്റിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ സഹാബ? നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് നോമ്പുള്ള ആരെങ്കിലും ഉണ്ടോ ചോദിച്ചു. ആരും ഉണ്ടാതെ ഇങ്ങനെ ഇരുന്നു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് തങ്ങൾ ഇരിക്കുന്ന ഭാഗത്തേക്കൊന്നിങ്ങനെ നോക്കി. ആ സമയത്ത് സിദ്ദീഖ് തങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, അന സായിമുൻ അൽ യൗമ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന് എനിക്ക് നോമ്പുണ്ട് നബിയേ എന്ന് പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു രണ്ടാമതും ചോദിച്ചു, സഹാബ, ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരു മിസ്കീനിന് ഭക്ഷണം കൊടുത്തതായി ഉണ്ടോ എന്ന് ചോദിച്ചു. ഇന്ന് ഒരു മിസ്കീനിന് ഭക്ഷണം കൊടുത്ത ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില്? ആരും ഉണ്ടാങ്ങനെ ഇരിക്കാണ്. അവസാനം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന് നേരം വെളുത്തതിന് ശേഷം ഞാനൊരു മിസ്കീനിന് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് നബിയേ. മൂപ്പർക്ക് നോമ്പാണ്. എന്നിട്ട് പോലും ഒരാൾക്ക് ഭക്ഷണം കൊടുത്തിട്ടാണ് വരുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിച്ചു, സഹാബ, ഇന്ന് നേരം പുലർന്നതിന് ശേഷം നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു രോഗിയെ സന്ദർശിച്ച ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ കുറെ ചോദ്യം ചോദിച്ചു. എല്ലാ ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴും സിദ്ദീഖ് തങ്ങൾ എഴുന്നേറ്റുന്നു. അവസാനം ചോദിച്ചു, സ്വഹാബാക്കളെ, നിങ്ങളുടെ കൂട്ടത്തിൽ ഓരോ മണിക്കൂറിലും അല്പസമയമെങ്കിലും അല്ലാഹുവിനെ ആലോചിച്ചുകൊണ്ട് കരയുന്ന ആരെങ്കിലും ഉണ്ട് സഹാബ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഓരോ മണിക്കൂറിലും അല്പസമയം ഞാൻ അല്ലാഹുവിനെ ആലോചിച്ചുകൊണ്ട് കരയാറുണ്ട് നബിയേ. ആറാമത്തേത് യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ ഗറബത്താണ്. യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ ഗറബത്താണ് ആറാമത്തേത്. ഗരീബായിരിക്കുക, വിദേശിയായിരിക്കുക, ഗരീബായിരിക്കുക. യഹ്യാ നബി ഒരു ദിവസം ചെറിയ പ്രായമായിരിക്കുമ്പോ യഹ്യാ നബിനെ ഒരു ദിവസം കാണാനില്ല. വാപ്പ അങ്ങനെ കുറെ തെരഞ്ഞു നടന്നു. അവസാനം ഒരു ചെറിയ ഒരു കടങ്ങ് ഒരു കബറിൽ ഇങ്ങനെ ഇറങ്ങി കുത്തിരുന്നിട്ട് 3 ദിവസമായി കരയാണ്. 3 ദിവസമായി കരയുകയാണ്. വാപ്പ ചോദിച്ചു, എന്താ മോനെ ഇവിടെ ഇരിക്കണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഉപ്പാ, നിങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലാഹുവിനെ ആലോചിച്ചുകൊണ്ട് ഒഴിഞ്ഞിരുന്നു കരയാത്ത മനുഷ്യൻ സ്വർഗത്തിൽ കടക്കുകയില്ലെന്ന് നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ 3 ദിവസമായി അല്ലാഹുവിനെ ആലോചിച്ചുകൊണ്ട് കരഞ്ഞിരിക്കുകയാണ്. ലാ യലിജുന്നാറ റജുലുൻ ബകാ മിൻ ഖശ്യത്തില്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ യലിജുന്നാറ, നരകത്തിൽ പ്രവേശിക്കുകയില്ല, റജുലുൻ, ഒരു മനുഷ്യൻ, ബക, അവൻ കരഞ്ഞു, മിൻ ഖശ്യത്തില്ലാഹ്, അല്ലാഹുവിനെ ആലോചിച്ചുകൊണ്ട് കരഞ്ഞ മനുഷ്യൻ നരകത്തിൽ പോകൂലാന്ന് മുഹമ്മദ് നബി. എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും അല്ലാഹ് ആലോചിച്ചാണ്ട് ഇരിക്കാൻ ഒരു കുറച്ചു നേരം. ഇസ പ്രസിദ്ധീകരിച്ച ശംസുൽ ഉലമയുടെ സ്മരണികയിലെ മഹാനായ ശംസുൽ ഉലമ തന്റെ മകളുടെ വീട്ടിൽ പാർത്തിരുന്ന ഒരു കാലം പറയുന്നുണ്ട്. കുറ്റിക്കാട്ടൂരുള്ള ആമിന എന്ന മോളെ വീട്ടിൽ താമസിക്കാണ്. ആമിന എന്ന മോളെ അനുഭവം പറയാണ്. ഉപ്പ 9 മാസം എന്റെ വീട്ടിൽ താമസിച്ചു. 9 മാസം എന്റെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് രാത്രി, പകല് പരിപാടിക്ക് പോകും, പ്രസംഗം ഉണ്ടാവും, പള്ളി ഉദ്ഘാടനം, മദ്രസ ഉദ്ഘാടനം, സമസ്തന്റെ മീറ്റിംഗ്, അങ്ങനെ പോകും. വൈകുന്നേരം വരിക, മഗ്‌രിബ് ആവുമ്പോഴേക്ക് വരും. മഗ്‌രിബിക്ക് വന്നാൽ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ സംസാരമില്ല, ഔറാദുകൾ മാത്രം. ഇശാ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കും. അപ്പോഴാണ് ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും പറയാനുള്ള സമയം, മക്കൾക്കൊക്കെ എന്തെങ്കിലും സംസാരിക്കാനുള്ള സമയം അപ്പോഴാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഉപ്പ കിടക്കാൻ വേണ്ടി റൂമിലേക്ക് പോകും. ഞാന് കട്ടൻ ചായയോ അല്ലെങ്കിൽ കൂവവെള്ളം ഉണ്ടാക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ കുടിച്ചോട്ടെ എന്ന് കരുതി ഒരു കട്ടിലിന്റെ ചോട്ട് കൊണ്ടുവച്ചു കൊടുക്കും.
രാത്രി 12 മണിയായി, 1 മണിയായി. ഞാൻ ഉറക്കിൽ നിന്ന് ഉണരുന്ന സമയത്ത് ഉപ്പ എന്താണ് ചെയ്യുന്നതെന്നറിയാൻ വേണ്ടി പോയി മെല്ലെ ഇങ്ങനെ വാതിലിന്റെ ഇടയിലൂടെ നോക്കുമ്പോ കട്ടിലിൽ ഇരുന്നു കൊണ്ട് സ്പീഡിൽ ഇങ്ങനെ തസ്ബീഹ് മാല മറിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. അങ്ങനെ സ്പീഡിൽ എന്തോ വേഗത്തിൽ ചൊല്ലി തീർക്കാണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെ സ്പീഡിൽ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. ഞാൻ ലൈറ്റ് ഇടാതെ ഇങ്ങനെ ചെന്നിട്ട് കട്ടിലിന്റെ ചോട്ട് ഇങ്ങനെ തപ്പി വെക്കും, ചായ കുടിച്ചിക്കണോന്ന്. കുടിച്ചിട്ടില്ല. ആൾ പെരുമാറ്റം കാണുമ്പോ ഉപ്പ ചോദിക്കും, എന്താ മോളെ വന്നു നോക്കണത്? അപ്പൊ ഞാൻ പറയും, ഉപ്പ നിങ്ങൾ ചായ കുടിച്ചോ നോക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പോ പറയും, ഞാൻ മോളെ ആവശ്യമുണ്ടെങ്കിൽ കുടിച്ചോണ്ട് മോള് പോയിക്കോ. എനിക്കവിടെ നിന്ന് പുറത്തു പോന്നാൽ പിന്നെയും ഉറക്കം വരൂല. 1 മണിക്കൂറോ 2 മണിക്കൂറോ കഴിഞ്ഞ് ഞാൻ വീണ്ടും ചെന്ന് നോക്കുമ്പോ ഉപ്പ കട്ടിലിൽ അതേ ഇരുത്തായിരിക്കും. സുബഹി വരെ ഞാൻ ചെന്ന് നോക്കിയാലും ഉപ്പ കട്ടിലിൽ ഇരുന്ന് തസ്ബീഹ് ചെല്ലും. ഉമ്മ എപ്പോഴും പറയാറുണ്ട്, മക്കളെ ഞമ്മളൊപ്പ ഒരു സാധാരണ വാപ്പയാണ്, നിങ്ങൾ ഒരിക്കലും കരുതരുതട്ടോ. എല്ലാ തിരക്കുകൾക്കിടയിലും നിനക്ക് നിന്റെ റബ്ബുമായി സംസാരിക്കാൻ ഒരല്പസമയമുണ്ടെങ്കിൽ ലാ യലിജുന്നാറ റജുലുൻ ബകാ മിൻ ഖശ്യത്തില്ലാഹ്. അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ട് കരഞ്ഞ മനുഷ്യൻ നരകത്തിൽ പോവേണ്ടി വരില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. 7ാമത്തെ ഗുണം, തസവ്വുഫിന്റെ 7ാമത്തെ ഗുണം അസ്സബ്റു ലി സയ്യിദിനാ അയ്യൂബ് അലൈഹിസ്സലാം. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ സബ്റാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ സബ്ർ എന്ന ഗുണമാണ്. സാബിരീങ്ങളുടെ നേതാവാണ് അയ്യൂബ് നബി. സാബിരീങ്ങളുടെ നേതാവാണ്. റഹ്മത്ത് ബീവി റളിയല്ലാഹു അൻഹ അയ്യൂബ് നബിനെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ചമ്മല കത്തിച്ച് വെണ്ണു ഒരു ഈത്തപ്പന മരത്തിന്റെ ചോട്ട് ഇങ്ങനെ ഒരു കുഴി ഉണ്ടാക്കിക്കാണ്. ഒരു കുഴി. എന്നിട്ട് അതിൽ ചമ്മല കത്തിച്ചിട്ട് വെണ്ണൂറ് നിറച്ചിക്കാണ്. എന്നിട്ട് അതിലാണ് അയ്യൂബ് നബിനെ കത്തിക്കുന്നത്. ശരീരമാകെ വേദനയായിട്ട്, അതിശക്തമായ വേദന. ഒരു ദിവസം ചോദിച്ചു എന്റെ ഭർത്താവ്, നിങ്ങൾക്കൊന്ന് ദ്വാരനോട് അള്ളാഹുവിനോട്, നിങ്ങൾ ദ്വാരന അള്ളാഹുത്തരെ കേൾക്കൂലേന്ന് ചോദിച്ചപ്പോ, റഹ്മത്തെ ഞമ്മക്ക് എത്ര കൊല്ലം സുഖം ഉണ്ടായിട്ടുണ്ട് എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഒരു 80 കൊല്ലം സുഖം ഉണ്ടായിട്ടുണ്ട് പറഞ്ഞു. എന്നാല് വർഷം 80 റഹ്മത്തെ സുഖിച്ചില്ലേ, അത് മുഴുവനുമായി ഈശ്വര്യമായി കഴിഞ്ഞില്ലേ, ക്ലേശം അതുപോലെ 80 മിണ്ടുന്നതും ഒരു ചന്തമല്ലത് ബൈനന. ഒരു 50 കൊല്ലാവാതെ ഞാൻ തോർക്കൂല എന്ന് പറഞ്ഞ ആളാണ് സയ്യിദ്നാ അയ്യൂബ് അലൈഹിസ്സലാം. 8ാമത്തേതാൽ ഫഖ്റു ലി സയ്യിദ്നാ വ ഹബീബിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദാരിദ്ര്യം എന്ന ഗുണമാണ്. അവിടെ ഫഖർ എന്ന് പറഞ്ഞത് മസ്കനത്തിനെ കുറിച്ചാണ് കേട്ടോ, ഫഖറിനെ കുറിച്ചല്ല. മിസ്കീൻ എന്ന മാനാക്കുള്ള ഫഖറാണ്. കാരണം ഫഖീർ തരത്തെ കുറിച്ച് നബി തങ്ങൾ കാവൽ തേടുകയും ആളുകളോട് ഫഖീർ തരം ഇല്ലാതിരിക്കാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് പറയുകയും കാതൽ ഫഖറു അൻ യകൂന കുഫ്റ, ഫഖീർ തരം കുഫ്രിയത്തിലേക്ക് ചേർക്കുന്നതാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഫഖീർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് മിസ്കീനാണ്. വൽ ഫഖറു ലി സയ്യിദിനാ വ ഹബീബിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആവശ്യത്തിനുണ്ട്, അനാവശ്യത്തിനില്ല. അതാണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത. ഒരാവശ്യവും നടക്കാതിരുന്നിട്ടില്ല, എന്നാ അനാവശ്യത്തിനൊട്ടില്ലേ. മരിച്ചു പോകുമ്പോ ഒന്നുമില്ല. നബിതങ്ങൾക്ക് എന്ന് മാത്രമല്ല, ഒരു നബിമാർക്കും നഹ്നു മആശിറൽ അംബിയാ ഇലാ നൂറസു എന്നാണ്. ഒരു നബിയും മരിച്ചു പോകുമ്പോൾ മക്കൾക്ക് ഓരി വെക്കാൻ സ്വത്തുണ്ടായിട്ടില്ല. മരിക്കുമ്പോൾ മക്കൾക്ക് ഓരി വെക്കാൻ സ്വത്തില്ലാത്ത തരത്തിലാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചത്. ഇങ്ങനെ തസവ്വുഫിന്റെ എല്ലാ അടിസ്ഥാനങ്ങളും മനസ്സിലാക്കി നല്ലവരായി ജീവിക്കാനാണ് നമുക്ക് കഴിയേണ്ടത്. മനസ്സാണ് ഏറ്റവും പ്രധാനം. ഒരു മനുഷ്യന്റെ മനസ്സാണ് നേരായ ബാക്കിയൊക്കെ നേരായി. അല്ലെങ്കിൽ വാപ്പെട്ട ഒരു അറബിയിലുള്ള പേര് നമുക്കുണ്ടാവും. നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത് ഈ അറബിയിലെ പേരാണ്. അറബിയിൽ നമുക്കൊരു പേരുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു വിഷമം. യഥാർത്ഥത്തിൽ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞ് ഇലാഹിയത്തിനെ വാദിക്കും, റുബൂബിയത്തിനെ വാദിക്കും, ഒക്കെ വാദിക്കും. എന്നാലും പിന്നെ അവസാനം പിടിച്ചിരിക്കുന്നത് ഓൻ ഈ പേരും വേണം.
ഇസ്ലാം ദീന് കൊണ്ട് മുഅ്മിനിന്റെ സ്വഭാവത്തിന് ഒരു മാറ്റമില്ലെങ്കിൽ അറബിയിലുള്ള ഈ പേരുകൊണ്ടൊരു കാര്യം ഉണ്ടാവില്ല. മുഅ്മിനാണോ അവന്റെ സ്വഭാവങ്ങൾക്ക് മാറ്റമുണ്ടാവണം. പുണ്യനബിയെയും സഹാബത്തിനെയും മാതൃകയാക്കി ജീവിക്കാനാണ് നമുക്ക് സാധ്യമാവേണ്ടത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെയുള്ള മുത്തഖീങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഈ കൂടലും പിരിയലും അവൻ ഇഷ്ടപ്പെടുന്ന സാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യട്ടെ. അർഹമുറാഹിമായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാൻ നമ്മുടെ വലുതും ചെറുതും അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളെയും വിട്ടുപുറത്തും മാപ്പാക്കി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.